അങ്ങ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു. മനസ്സിന്റെ ശാപത്തിനെ കുറിച്ച്. ഇപ്പൊ തന്നെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തില് ആ ഒരു അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അധ്യാപകരോടുള്ള ഇത്തരത്തിലുള്ള നിലപാടുകൾ കേരളത്തിൽ നിരന്തരം കാണുമ്പോൾ നമ്മൾ തന്നെ വിദ്യാഭ്യാസ മേഖല ഇപ്പൊ ആകപ്പാടെ തകർന്ന് ആരോപണങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് കേരളത്തില്. BA പാസ്സാവാതെ MA കയറുന്നു. അങ്ങനെ മുഴുവൻ താറുമാറായ ഒരവസ്ഥ. ഇവിടെ ഗുരുവിന്റെ മനസ്സിന്റെ ശാപത്തിനും അനുഗ്രഹത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇത് പറയുമ്പോൾ ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു ഡോക്ടറുടെ ആർട്ടിക്കിൾ വായിച്ചു. ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു രോഗി ആ ഡോക്ടറോട് നല്ല മനസ്സോടുകൂടി അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് ആ ചികിത്സയ്ക്ക് പോലും ഫലമുണ്ടാകുന്നത്. അത് അനുഭവത്തിൽ ആ ഡോക്ടർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പേഷ്യന്റിന് അവരുടെ ചികിത്സ പോലും ഫലിക്കാത്തതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു ലേഡി ഡോക്ടറുടെ ഒരു ആർട്ടിക്കിൾ ഈ ഇടയ്ക്ക് വായിക്കാൻ സാധിച്ചു. അതും ഇതുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഗുരു നിന്ദയ്ക്ക് എന്താണ് അനുഭവം, അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രം എന്താണ്? അനുഭവപ്പെടാറുണ്ട്, ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. ആ അധ്യാപകൻ ശപിച്ചതിൽ പിന്നെ ആ കുട്ടി ഗുണം പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഗുരുനിന്ദ നടത്തുന്നവർക്ക് അത് വളരെ വ്യക്തമായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതും നമ്മുടെ ശാസ്ത്രവുമായി ചേർന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമ്മളെ ഈ ഗുരു, ആചാര്യൻ, മാഷന്മാര്, ടീച്ചേഴ്സ്, അധ്യാപകര്, ഇതൊക്കെ പറയുന്ന വാക്കുകളിൽ കുറേ വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ശമ്പളത്തിന് വേണ്ടിയാണെങ്കിൽ ഞാനൊരു മാഷ് മാത്രമാണ്. ആ മാഷ് എന്നത് തൊഴിലാണ് എൻ്റെ. അവരെ ഒരിക്കലും ഗുരുക്കന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവര് ഗുരുക്കന്മാരല്ല, അവര് ഒരു തൊഴിലാണ്. അധ്യാപക തൊഴിലാളി എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അധിയാപനത്തിന് ആൾക്കാരെ തയ്യാറാക്കുന്നവരാണ് അധിയാപകൻ. ഓക്കെ, അധിയാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? സിലബസിൽ നിന്നും പുറത്ത് അധികം പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷെ നമ്മുടെ എല്ലാ മാഷന്മാരും സിലബസ് തീർക്കല്ലേ ചെയ്യാം. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ നാഷണൽ എഡ്യൂക്കേഷൻ ഫോറം എന്നുള്ള കൽക്കട്ടയിൽ നിന്നുള്ള ഒരു ഓർഗനൈസേഷന്റെ ഒരു ചാൻസലറാണ്. ഒരു ടീച്ചർ എന്നോട് ചോദിച്ചത്, സിലബസ് തീർക്കുക എങ്ങനെയാണ് ഇപ്പൊ ഈ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ പഠിപ്പിച്ചാലെന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? UKG LKG LKG UKG പഠിപ്പിക്കുന്ന ടീച്ചറുടെയും വേവലാതി സിലബസ് എങ്ങനെ തീർക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സിലബസും തീർക്കുക, കുട്ടികളെയും തീർക്കുക. നമ്മളൊക്കെ ഗുരുക്കന്മാരെ ആരാധിച്ച് ചൊല്ലുമ്പോ ആദ്യം മനസ്സിൽ കാണേണ്ടത് ദക്ഷിണാമൂർത്തിയൊക്കെയാണ്. ഗുരവേ സർവലോകാനാം. ഗുരു സർവലോകവും എന്റെ ഗുരുവാണ്, അങ്ങനെയും കാണാം അതിന്. അല്ലെങ്കിൽ ഗുരുവാണ് എന്റെ സർവലോകത്തെയും എനിക്ക് കാണിച്ചു തരുന്നത്. അജ്ഞാന തിമിരന്തസ്യ, അജ്ഞാനമാകുന്ന തിമിരത്തെ ജ്ഞാനമാകുന്ന ശലാകയ കൊണ്ട്, കന്മഷി കൊണ്ട് എഴുതിയിട്ട് എന്റെ കണ്ണിന് കാഴ്ച തരുമ്പോൾ ഞാൻ ലോകത്തെ കാണുമ്പോഴാണ് അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതമ്യന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിനെയാണ് ഞാൻ നമിക്കുന്നത്. ഏത് മാഷന്മാരാണ് കുട്ടികൾക്ക് ലോകം കാണാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്നത്? ഏത് മാഷന്മാർക്കാണ് ഇത് കൃത്യമായിട്ട് അറിയാം? അതുപോലും അറിയാത്ത, എഡ്യൂക്കേഷന്റെ സ്പെല്ലിംഗ് അറിയാത്ത കേരളത്തിലെ ഹെഡ് മാസ്റ്റർമാർക്ക് ഒരു ഡിക്റ്റേഷൻ കൊടുത്താല്, ഹെഡ് മാസ്റ്ററോ ഹെഡ് മിസ്ട്രസോ ആയിട്ടുള്ളവർക്ക് ഡിക്റ്റേഷൻ കൊടുത്താൽ പോലും ചിലപ്പോൾ അവർ തോറ്റുപോകുന്നതാണ് പറയാം. ഞാൻ പല ടീച്ചേഴ്സിനോടും മില്യൺസ് ഓഫ് ടീച്ചേഴ്സിന് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സിന്റെ, ഇപ്പൊ അടുത്ത കാലത്ത് ഗോവയിൽ പോയപ്പോ ഗോവയിൽ ടീച്ചേഴ്സിനോടും പറഞ്ഞു ഞാൻ, അവർക്ക് ടീച്ചേഴ്സിന്റെ ക്ലാസ് എടുക്കുന്നതിന്റെ വീഡിയോ നോക്കിയാൽ കാണാം. നിങ്ങൾ എടുക്കുന്ന ക്ലാസ്, നിങ്ങൾ പഠിപ്പിക്കുന്ന സോഷ്യൽ സയൻസില് നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയാല് നിങ്ങൾക്ക് കുട്ടികൾ കിട്ടുന്ന മാർക്കോ 100ൽ 100 കിട്ടുമോ എന്ന് ചോദിക്കും. ഞാൻ MBA പഠിപ്പിക്കുന്ന സമയത്ത് MBA എന്റെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് പരീക്ഷ എഴുതും. ഇപ്പൊ എന്റെ എല്ലാ മാഷന്മാരും ചോദിക്കും, നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ? ഞാൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. എല്ലാ പരീക്ഷ എഴുതും. കാരണം ഞാൻ MBA പാസ്സായിട്ടാണ് മാഷാവുന്നതും പ്രൊഫസറായതും. എന്റെ മക്കൾ എഴുതുന്ന എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ, അതിൽ 5 ക്വസ്റ്റ്യൻ തന്നിട്ട് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 എഴുതാൻ പറഞ്ഞാൽ ഞാൻ 10 എഴുതി തീർക്കും ആ 3 മണിക്കൂറുണ്ട്. അതെനിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മാഷായിട്ടിരിക്കണം? അപ്പൊ കുട്ടികൾ വന്നിട്ട് പറയും, ഔട്ട് ഓഫ് സിലബസ് ആണ് സർ, ദിസ് ഈസ് നോട്ട് ദർ ഇൻ ദ, യു ടേക്ക് ദ ആൻസർ, ദ ആൻസർ ഈസ് ഓൾറെഡി ഹിയർ. എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ സെപ്പറേറ്റ് എഴുതാം, കണ്ടിന്യൂസ് അല്ല. ഓരോരുത്തർ വന്നാലും ഞാൻ പറയും ഇതെടുത്തോളാൻ പറയും.
എന്നിട്ട് പറയുമ്പോ ഇരുന്ന് പഠിക്കുക, അടുത്ത പ്രാവശ്യം എനിക്ക് പാസ്സാവും. എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട് അങ്ങനെ എഴുതുന്നവര്? ഐ ഗ്യാരണ്ടി അതിനുള്ള ശ്രമം, അതിനുള്ള ഒരു മനസ്സെങ്കിലും ഇതുവരെ കേൾക്കാത്തൊരു സ്വഭാവമായിരിക്കും ഞാൻ പറയുന്നുണ്ടാവും അല്ലെ? അങ്ങനെ എഴുതാൻ സാധിക്കണം. ചൈനയിലുള്ള ടീച്ചർമാര് ഓരോ വർഷവും അടുത്ത വർഷം ടീച്ചറായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പരീക്ഷ എഴുതണം. നമ്മുടെ എത്ര ടീച്ചർമാർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് 2 ടീച്ചർമാരെ ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾ ഹിസ്റ്ററി അല്ലേ, എന്ത് സുഖ, അത് മാറുന്ന പ്രശ്നമേ ഇല്ലല്ലോ, അത് പഠിച്ചാൽ പോരെ. ജിയോഗ്രഫി ടീച്ചറുടെ കംപ്ലൈന്റ്, നമ്മുടെ ഇന്ത്യ വലിയ രാജ്യമായതുകൊണ്ട് ജിയോഗ്രഫി ഫുൾ പഠിക്കണ്ടേ, ചെറിയ സ്ഥലമാണെങ്കിൽ എന്ത് രസമായിട്ടുണ്ടായിരുന്നു, ഇത്രമാത്രം പഠിച്ചാൽ പോരായിരുന്നു നമ്മള്, അല്ലെ ഇന്ത്യൻ ജിയോഗ്രഫി. ഇങ്ങനെയാണ് ടീച്ചർമാരുടെ കഷ്ടപ്പാട്. എത്രയോ ആൾക്കാർ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, A-B × A+B = A²- B². ഇതൊക്കെ എന്തിനാവോ ഞാൻ പഠിച്ചത് എന്റെ ജന്മത്തിൽ, എനിക്ക് ഇതുവരെ അറിയില്ല അത് എന്തിനാ പഠിച്ചത്. അത് പഠിച്ചത് എന്തിനാന്ന് അറിയാത്തത് ഈ പഠിച്ച ആളുടെ കുറ്റമല്ല, പഠിപ്പിക്കുന്ന മാഷന്മാരുടെ കുറ്റമാണ്. അപ്പൊ ഞാൻ ഉടനെ ചോദിക്കാറുണ്ട്, 28 × 32 എത്രയാണെന്ന് അറിയോ? നീ ഒന്നും അറിയില്ല. അത് 30 - 2 × 30 + 2 ആണ്. അതാണ് A-B × A+B പഠിച്ചത്. അതുകൊണ്ട് 30ന്റെ സ്ക്വയർ -2² എന്ന് പറഞ്ഞാൽ 896 എന്ന് എളുപ്പം എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ പഠിച്ച ഫോർമുല ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനവും നമ്മുടെ സിലബസിൽ ഇല്ല. പക്ഷെ ഇത് പഠിപ്പിക്കുന്ന മാഷന്മാര് പഠിപ്പിക്കുമ്പോഴാണ് അവർ ആചാര്യന്മാരായി മാറുന്നത്. വെറുതെ പഠിക്കുന്ന സമയത്ത് എന്തിനാ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണമെന്ന് വെച്ചാൽ എക്സാമിന് മാർക്ക് കിട്ടാൻ അല്ല. ഞാൻ എന്ന വ്യക്തി, ഞാൻ എന്ന ഇൻഡിവിജ്വല് സിറ്റിസൺ ആയിട്ട് മാറണമെങ്കിൽ, ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ സമൂഹ ജീവിയായിട്ട് മാറുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയാനാണ്. നിധയേ സർവവിദ്യാനാം, ആ സർവവിദ്യയുമാണ് എനിക്ക് വേണ്ടത്. എന്റെ ലോകം എന്ന് പറയുന്നത് ഞാൻ ഈ കാണുന്ന ചെറിയ ലോകമല്ല, വലിയ ലോകമാണ്. എന്ത് രസകരമായിട്ടുള്ളൊരു സങ്കല്പം എന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ ഗുരു എന്നുള്ള സങ്കല്പം വേറെയാണ്. ഞാൻ മാഷാരാന്ന് പറഞ്ഞു തന്നു, ഗുരു ആരാന്ന് പറഞ്ഞു തന്നു, ആചാര്യൻ ആരാണെന്ന് പറഞ്ഞു തന്നു, അധിയാപനം ആരാണ്, അധ്യാപകൻ ആരാന്ന് പറഞ്ഞു തന്നു. ഇതൊക്കെ വാക്കുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ്, ഓ ഇങ്ങനെയൊക്കെയാണല്ലേ ഞാൻ. കുറേ മാഷന്മാരുള്ള തറവാട്ടിലാണ് ഞാനുള്ളത്. ഞാൻ പല കുട്ടികളോടും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടോ? ഒരു 80% 90% ആൾക്കാർക്കും ആവേണ്ടത് നീറ്റായിട്ട് തോക്കലാണ്. ഓക്കെ, അവരൊക്കെ ഇന്ന് രാവിലെ ഞാനിട്ട വീഡിയോയിലും ആ കുട്ടി 2 വർഷം ശ്രമിച്ചു, നീറ്റായിട്ട് ശ്രമിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, വീട്ടിൽ കുറച്ചും കൂടി കാശുണ്ടെങ്കിൽ ഒരു 4 വർഷം കൂടി താൻ ശ്രമിക്കുക. എന്നിട്ട് കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യും. കാരണം ഡോക്ടർ ആയിട്ടില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ധാരണയാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിക്കാം, എല്ലാ കുട്ടികളോടും ചോദിക്കും, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ളവർ കൈപ്പൊക്കാൻ പറയും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, മാഷന്മാരാവണമെന്ന് താല്പര്യമുള്ളവർ കൈപ്പൊക്കാൻ പറയും. അല്ല, എനിക്ക് ഡോക്ടർ ആയാൽ മതി, മാഷാവണ്ടെന്ന് പറയും, കൈതാക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, എല്ലാ ഡോക്ടർമാരുടെയും താഴത്ത് നമ്മളൊരു ബോർഡ് ശ്രദ്ധിച്ചാൽ അതിന് താഴത്തൊരു വാക്കുള്ളവരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക്. പ്രൊഫസർ ഓഫ് ഓൺകോളജി ഇൻ ദ മെഡിക്കൽ കോളേജ്. അപ്പൊ ഡോക്ടർ ആയാലല്ല പ്രസിദ്ധി, അതിന്റെ താഴത്ത് അദ്ദേഹം പഠിപ്പിക്കുന്ന ഡോക്ടറും കൂടി ആവുമ്പോഴാണ് തിരക്കുണ്ടാവുന്നത്. ഇനി ഓരോ രോഗിയും എന്റെ മുന്നിൽ വരുമ്പോ ഞാൻ ആ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് പഠിപ്പിച്ച് ഭിഷജേ ഭവരോഗിണാം, ഓരോ ഡോക്ടറും പറഞ്ഞു കൊടുക്കണം, ഇന്ന അസുഖാണ്, ഇന്നതാണ് സംഭവം, ഇന്നതാണ്. ഈ ഗുരവേ സർവ്വലോകാനാം, ദക്ഷിണാമൂർത്തി രോഗം ചികിത്സിക്കുന്ന ഡോക്ടറും കൂടിയാണ്, ആരോഗ്യത്തിന്റെ ഡോക്ടറാണ്. ഗണേശനും 2 സംഭവത്തിനെയാണ് അല്ലേ? പൊത്തിക്കരി എന്ന് പറയുന്ന സംഭവം തന്നെ എന്താണ്? ചികിത്സയാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ ഗണങ്ങളെ ചികിത്സിക്കുന്ന ആളാണ്. അധ്യാപകന്മാരുടെ ആദ്യത്തെ ജോലി ചികിത്സിക്കുക എന്നുള്ളതാണ്. ഹീസ് എ മെന്റർ. ആരാണ് നമ്മുടെ യോഗ ആചാര്യനായിട്ടുള്ള പതഞ്ജലി? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം നല്ല വാക്കുകളാണ്. അദ്ദേഹം വാക്കിന്റെ കൂടി ദേവനാണ്, രോഗത്തിന്റെ ദേവനും കൂടിയാണ്. ഒരു ചികിത്സകന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കൗൺസിലിംഗ് ആണ്. അതാണല്ലോ ചോദ്യം ഉണ്ടായിരുന്നത്. നേരെ സർജറിക്ക് കൊണ്ടുപോയിട്ട് കീറി മുറിച്ചിട്ട് വിട്ട് കഴിഞ്ഞാലൊന്നും അയാളുടെ രോഗം മാറില്ല. അതുകൊണ്ടാണ് പതഞ്ജലി എന്ന യോഗ ആചാര്യന് ശരീരത്തിന്റെ അസുഖങ്ങൾ മാറ്റുക മാത്രമല്ല, നല്ല വാക്കുകൾ പറയാൻ കഴിവുള്ളവരും കൂടിയായിട്ടുള്ള ഏറ്റവും നല്ല ആചാര്യനായിട്ട് കരുതുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നല്ല വാക്കുകൾ, നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ തന്നെ ഏറ്റവും നല്ല രോഗികളുടെ അടുത്ത് പോയിട്ട് സാന്ത്വനം പറയാനുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്.
ആ ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ്? സാന്ത്വനം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്മാർ നന്നാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാന്ത്വനം കൊടുത്താലേ നന്നാവുള്ളൂ. നമ്മുടെയൊക്കെ സെല്ലുകളില് ഒരു ബയോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. സങ്കല്പമല്ല, ഒരു ശാസ്ത്രമുണ്ട്. എനിക്ക് വേദന വരുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. വേദന വരാത്ത ഒരു മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വൈകും. ലെപ്രസി പേഷ്യൻസ്, കുഷ്ഠരോഗികൾ, അവർക്ക് വേദന അറിയാത്തത് കൊണ്ടാണ് അവർക്ക് മാറാതെ സ്പ്രെഡ് ആവുന്നത്. അപ്പൊ വേദന എന്ന് പറയുന്നത് നന്മയാണോ മോശമാണോ? എന്താണ് വേദന? എന്റെ ശരീരം, എന്റെ ശരീരത്തിലുള്ള സെല്ലുകൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് എന്റെ കോൺഷ്യസ്നസ്. അവിടെ മുറിഞ്ഞിട്ടുണ്ട്, ഉടനെ പോയി സ്റ്റിച്ച് ചെയ്തോളാം. ഒരു കത്തി കൊണ്ട് എന്തോ മുറിക്കുന്ന സമയത്ത് എന്റെ ഈ കൈയിൽ നിന്നും ഈ കൈയുടെ ഈ ഭാഗത്തേക്ക് പുറത്തു വന്ന എന്റെ പാടിപ്പോഴും ഉണ്ട്, കുത്തിപ്പോയിട്ടുണ്ട്. 25 മിനിറ്റ് കൊണ്ട് അത് ഹീൽ ചെയ്യും. ബയോ ഫീഡ്ബാക്ക് പ്രോസസ്. വേറൊന്നും ചെയ്യണ്ട, എല്ലാവർക്കും പറ്റുന്ന വലിയ വിദ്യ ഒന്നല്ല, ജാലവിദ്യ ഒന്നല്ല. ഒരു ഡോക്ടറും ഹൂ ഹീൽസ് എ വൂണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൂ ഈസ് ഹീലിംഗ് എ വൂണ്ട്? ആ വൂണ്ട് ഹീൽ ചെയ്യുന്നത് ഡോക്ടർ അല്ല, അതിനകത്തുള്ള സെല്ലുകളാണ്. നമ്മൾ ഏത് മുറിവ് കണ്ടാലും ഉടനെ ഒരു പശ കാണും. ആ പശ ഉണ്ടായാലും അത് വിടർന്നു നിന്നിട്ടാണ് ചിലപ്പോൾ ഒരു കുഴി പോലെ കാണും. ആ പാട് വരാതിരിക്കാനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതല്ലെങ്കിലും അത് സ്റ്റിച്ച് ചെയ്തോളും ഓട്ടോമാറ്റിക്കായിട്ട്. ആ സ്റ്റിച്ച് ചെയ്യുന്നത് പാട് വരാതെ അടുപ്പിച്ച് നിർത്താനാണ്. കുറച്ചും കൂടി സഹായം ചെയ്യും നമ്മുടെ സെല്ലുകളെ. ആ സഹായി മാത്രമാണ് ആ സ്റ്റിച്ച്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പണി എന്തെങ്കിലും പുറത്തുള്ള ഏതെങ്കിലും ഒരു വസ്തു അതിനിടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിക്കളയാനുള്ള ഒരു മാർഗം. അത് നിരുപദ്രവകാരിയാണെങ്കിൽ അതിനുള്ളിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട് എന്റെ വിരലിന്റെ ഇടയിൽ ചെറിയൊരു മുള്ള്. എനിക്ക് തോന്നുന്നു 53 കൊല്ലം മുമ്പ് പെട്ടതാണ്. അത് ഇപ്പോഴും രസമാണ്. എനിക്കിടയ്ക്ക് ഇങ്ങനെ തൊടുമ്പോ ഒരു ചെറിയൊരു വേദനയുണ്ട്, അതൊരു സുഖമാണ്. പണ്ട് പശുവിനെ കെട്ടാൻ പോകുന്ന സമയത്ത് ഒരു മുള്ളുള്ളിൽ കയറിയതാണ്. എനിക്ക് ഉപദ്രവമൊന്നുമില്ല. അത് ഉപദ്രവം ഉണ്ടാവുന്ന ഒരു സാധനമാണെങ്കിൽ എന്ത് ചെയ്തേനെ എന്റെ ശരീരം? അത് പഴുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കട്ട് ചെയ്ത് കളയാൻ എന്നെ നിർബന്ധിക്കും. അപ്പൊ ആരാണ് എന്റെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള സാധനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്നെ ചികിത്സിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ശരീരത്തിലെ സെല്ലുകളുടെ കോൺഷ്യസ്നെസ് ആണ്. ആ കോൺഷ്യസ്നെസ്സിനെ നന്നാക്കണമെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടത് പോസിറ്റീവായിട്ടുള്ള മൈൻഡാണ്. നല്ല തലവേദന ഉണ്ട് എനിക്ക്. അസല് സിനിമ കാണുമ്പോൾ ആരെങ്കിലും തലവേദന ഉണ്ടെന്ന് പറഞ്ഞത് സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ക്ലാസ്സുകൾ കേട്ടാൽ ഒട്ടനെ തുടങ്ങുമല്ലോ തലവേദന. അത് ആരാ പറയണേ? ക്ലാസ് കേട്ടാൽ തലവേദന വരും, പാട്ട് കേട്ടാൽ തലവേദന വരില്ല എന്ന് ആരാ പറയണേ? ഇനി അതേ സമയത്ത് എനിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക, പാട്ട് കേട്ട അപ്പൊ തലവേദന തുടങ്ങൂലേ? അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ കോൺഷ്യസ്നെസ് ആണ്, നമ്മുടെ മൂഡാണ് നമുക്ക് തലവേദന എന്ന് പറയുന്ന വേദന ഉണ്ടാക്കുന്നത്. ആ വേദനയാണ് എന്റെ ശരീരത്തെ മുറിവിനെ ഉണക്കുന്നതും. ആലോചിച്ച് നോക്കുക, ഇത് എന്തൊരു വ്യത്യസ്തമായ ആ കോൺഷ്യസ്നെസ് ആണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു മുറിവുണ്ടായാൽ അത് വളരെ അടുപ്പിച്ച് കെട്ടണം എന്നില്ല. അമർത്തി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ പിടിച്ചു കഴിഞ്ഞിട്ട് മാറട്ടെ 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 എന്ന് പറഞ്ഞാൽ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അതുണ്ടാവും. ചെറിയൊരു പാടും ഒരു രൂപക്കാണ്. കാരണം അത് ആ ഗമ്മ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. ചിലർക്ക് അങ്ങനെയല്ല, എവിടെയെങ്കിലും ഒരു മുറിവ് വന്നാൽ ഉടനെ പഴുക്കും. കാരണം അപ്പൊ തന്നെ തുടങ്ങി ആവലാതിയും വേവലാതിയും പഴുക്കാണ്ടിരിക്കും. പലപ്പോഴും അങ്ങനെയാ. ഒരു നല്ല ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ആരോ പറഞ്ഞു എന്ന് വിചാരിക്കാം, അയ്യോ ആ വെള്ളം കുടിച്ചത് അതിനകത്ത് സോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, കുടുങ്ങി, അവൻ പിന്നെ വാഷ്റൂം പോകാൻ തുടങ്ങും. കാരണം നമ്മുടെ ഉള്ളിലെ കോൺഷ്യസ്നെസ് ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സംഭവമാണ്. അത് നല്ലപോലെ പ്രവർത്തിക്കും. ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ബയോ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഋഷികേശിലെ ആശ്രമത്തില് ഗുരുവിന്റെ അടുത്ത് ബയോ ഫീഡ്ബാക്ക് പഠിക്കാനുള്ള മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും അറിയാതെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചാലും അറിയേയില്ല. പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പരീക്ഷയിൽ തോറ്റുപോകും. ആ ടെൻഷൻ ഇല്ലെങ്കിൽ, ഞാനിപ്പോ ഒരു എക്സാം ഹാളിൽ ഇരുന്നിട്ട്, ഞാൻ സൈക്കോളജി പഠിക്കുന്ന ഒരു കാലത്താണ് എക്സാം ഹാളിൽ MBA പരീക്ഷ എഴുതുന്നത്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന പരീക്ഷ ഞാൻ ഇങ്ങനെ എഴുതിയ പാസ്സാവും, ഉറപ്പാണ് എനിക്ക്. പക്ഷെ ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ കുറെ എക്സിക്യൂട്ടീവ് MBA പഠിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിരന്ന് എഴുതുമായിരുന്നു. 100-300 പേജൊക്കെ എഴുതും പരീക്ഷയ്ക്ക്. എല്ലാ രസമാണ് എനിക്ക്. എക്സാം ഹാൾ എന്ന് പറഞ്ഞാൽ ത്രില്ലാണ്. പക്ഷെ ഈ പരീക്ഷയ്ക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാവരും അടുത്താൾ നോക്കിയിട്ട് എന്റെ ഭഗവാനെ ഇത് എന്ത് ടഫാണെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. ആ ഹാളിലുള്ള മിക്ക ആൾക്കാരും തോറ്റു.
കാരണം ഞാൻ ഇത് ബുദ്ധിമുട്ടാണെന്ന് ആക്ഷൻ കൊണ്ട് ബാക്കി എല്ലാവരും പറഞ്ഞപ്പോ അവരുടെയൊക്കെ ഉള്ള കോൺഫിഡൻസും പോയി. എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ആളാണ്. വളരെ എളുപ്പ. നമ്മുടെ ബുദ്ധി നമുക്ക് പറഞ്ഞാൽ കേൾക്കുന്നതാണ് നമ്മുടെ ബുദ്ധി. മനസ്സിലായോ? പല സ്കൂൾസിലും പോയിട്ട് കുട്ടികൾക്ക് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർക്ക് 100 കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അത്തരം നല്ല സ്കൂൾസിൽ പോയിട്ട് പരീക്ഷ കഴിഞ്ഞ ഉടനെ ആ കുട്ടികൾക്ക് നല്ല കൂൾ ഡ്രിങ്ക്സും ചിപ്സും അതും ഇതൊക്കെ മേടിച്ച് ലഹളയൊക്കെ ആക്കി, എൻജോയ്മെന്റ് ഒക്കെ ആക്കി, പാട്ടൊക്കെ ആക്കി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാമതും കൊടുത്ത് എഴുതാൻ പറഞ്ഞാൽ തോറ്റുപാളീസായിട്ടുണ്ട്. കാരണം അവരുടെ ചിന്തയിൽ അവർ പറഞ്ഞത് ഈ ചാപ്റ്റർ ഈ എക്സാമിനേഷന് വേണ്ടി മാത്രം പഠിക്കണമെന്ന് ബുദ്ധിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബ്രെയിൻ വാഷ് ചെയ്യും. അത് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരൊറ്റൊരു സംഭവം ഓർമ്മയുണ്ട്. പലർക്കും പറ്റാറുണ്ട്. എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് എഴുതുന്ന അതേ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറ്റാത്തത് നമ്മുടെ ശരീരത്തിലെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കാനുള്ള ഒരു കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളില് നമുക്ക് തന്നെ ഉണ്ട്. എന്റെ ബുദ്ധിക്ക് എത്ര ബുദ്ധിയുണ്ടെന്ന് എന്റെ ബുദ്ധിക്ക് പോലും അറിയില്ല എന്നാണ് ഞാൻ പറയാറ്. ഞാനിപ്പോ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ വഴി എനിക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയും. നിങ്ങൾ ഒരു വീട് ആദ്യമായിട്ട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാന്ന് വിചാരിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രാവശ്യം പോയി ആ വീട് ഓർമ്മ വരും. അതേ സമയത്ത് നിങ്ങൾ സെൻഡ് ഓഫ് അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റിനെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം പോവാന്ന് വിചാരിക്കും. അത്രയൊന്നും കുലുമാല പിടിച്ച സ്ഥലമാവണമെന്നില്ല, മറന്നുപോകും. കാരണം നിങ്ങൾക്ക് അറിയാം അതെനിക്ക് ആവശ്യമില്ലാത്തൊരു സംഭവമാണ് ഞാൻ കാണുന്നത്. നമ്മളൊരു സിനിമ കാണുമ്പോൾ 80 frames per second ആണ് ഏറ്റവും മിനിമം. 120 ഒക്കെയാണ് ഫാസ്റ്റ് മൂവിങ് മൂവീസ്. ആ മൂവിയുടെ ഒരു പോസ്റ്റർ നമ്മൾ സ്പീഡുള്ള ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരു ഗ്ലാൻസ് കണ്ടാൽ നമ്മൾ അതിനകത്തുള്ള പാട്ട് പറയും. ഇന്ന രംഗമാണ്, ഇന്നതാണ് അവിടുത്തെ ഡയലോഗ് എന്ന് പറയാൻ പറ്റുന്ന അത്രയും ബുദ്ധിയുള്ള 2.5 മണിക്കൂറിൽ ലക്ഷക്കണക്കിന് ഫ്രെയിംസ് ആണ് കാണുന്നത്. അത്രയും പഠിക്കാൻ ബുദ്ധിയുള്ള കുട്ടിക്ക് എന്തേ മാത്തമാറ്റിക്സിൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റാത്തത്? പാഷൻ, താല്പര്യം. ഈ പാഷൻ, താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? എന്നെ ഞാൻ ഫൈൻ ട്യൂണിങ് ചെയ്യുന്നു. ഇത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ്. അതില്ല എന്നുള്ളതാണ്, അത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഒരു മാഷിന്റെ കടമ. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഇവരെയൊക്കെ കാണണം. പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം ഒരു മോർ അക്കാഡമീഷ്യൻ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദീസ് ഡേയ്സ്. മൈ ഗോഡ്, ഒരു എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല സാർ. ഒരു അക്കാഡമീഷ്യന്റെ തലത്തിലും അല്ല, അതിലുമൊക്കെ എത്രയോ അപ്പുറത്ത് നിന്നിട്ടാണ് അങ്ങ് ഈ വിവരണങ്ങൾ നൽകിയത്. അതായത് ഒരു കുട്ടിക്ക് ഗുരുതത്വം മാത്രമല്ല, ഒരു ടീച്ചർ, മെന്റർ, മാഷ് എല്ലാവരും എങ്ങനെയായിരിക്കണം കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളെ കൈകാര്യം ചെയ്യേണ്ടത്, അധ്യാപനം എന്നുള്ളതിന്റെ ആ ഒരു വിപുലമായിട്ടുള്ള അർത്ഥം ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നതെന്ന് പറയുകയാണ്. ഇവിടെ അങ്ങയുടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അങ്ങ് പറഞ്ഞു പാഷൻ, ആ ഒരു ഇന്നർ കോളിങ്ങിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് തിരിച്ചറിയുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരാജയപ്പെട്ടിട്ടുണ്ടോ? അതാണോ ഈ കുട്ടികള് ചില എക്സാമുകൾ അങ്ങ് പറഞ്ഞു, മനോഹരമായിട്ട് പറഞ്ഞു, നീറ്റായിട്ട് തോൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും തിരിച്ചറിയാതെ പോയിട്ടാണോ കുട്ടികൾക്ക് ഇങ്ങനെ ഈ വിദ്യാഭ്യാസം ശരിയാവണ്ണം കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്നത്? അതിന് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ചിന്താധാര എന്താണ് പറയുന്നത്? അതുകൂടി പറഞ്ഞിട്ട് അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങള് ഇതോടുകൂടി മൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ പണ്ട് ഈ ചെറിയ പ്രായത്തിലൊക്കെ നമ്മളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ കടങ്കഥകളൊക്കെ പറഞ്ഞ് ഞാനും ഞങ്ങളോളവും ഞങ്ങളാൽ പാതിയും അതിന്റെ പാതിയും ഞാനും ചേർന്നാൽ എത്രയാവും എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. ഇത് തന്നെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഞാൻ എക്സ് ആണെന്ന് വിചാരിക്കുക, അത് 2x ആക്കുക, എന്നിട്ട് 3x ആക്കുക, ഞങ്ങളും ഞങ്ങളോളവും അതിന്റെ പാതിയും ഞാനും. അത് മാത്തമാറ്റിക്സ് ആയി. ഇപ്പൊ ഞാൻ അവസാനത്തെ എന്റെ ജോലി എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയിട്ടാണ് KL യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ കോവിഡ് കാലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കയ്യിലൊന്നുമില്ലാതെ പടപടാന്ന് പറഞ്ഞ് മാത്സ് പറയും. കുട്ടികളുടെ അസൈൻമെന്റ് എന്താന്ന് വിചാരിച്ചാൽ ഈ പറയുന്നതൊക്കെ പേപ്പറിൽ എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാം. അയച്ചു തന്നാൽ ഞാൻ അവർക്ക് ഫുൾ മാർക്ക് കൊടുക്കും. അതാണ് ഇന്റേണൽ മാർക്സ്. ആ ഇന്റേണൽ മാർക്സ് കൊടുക്കുന്നതോടുകൂടെ തന്നെ എല്ലാ ക്ലാസ്സും 40 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് എക്സാമിനേഷൻ ആണ്.
ആ 10 മിനിറ്റ് എക്സാം എന്ന് പറയുന്നത് 5 ക്വസ്റ്റ്യൻ ഇന്റർനെറ്റിൽ നിന്ന് അതേപോലെ കോപ്പി ചെയ്ത് കൊടുക്കും. 5 ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. എല്ലാവരും ചെയ്യുക, ഇന്റർനെറ്റിൽ കൊടുത്ത 5 കറക്റ്റ് ആയിട്ട് പാസ്സാവും. ഞാൻ ഉണ്ടാക്കിയത് അതിനേക്കാളും താഴെ ഏറ്റവും ലഘുവായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും പാസ്സാവില്ല. ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് അത് മാത്രമാണ്. അതാണ് അവസാനം ഞാൻ മാർക്കായിട്ട് കൊടുക്കുന്നത്. ഈ മണ്ടന്മാർക്ക് അത് അറിയില്ല. എന്തുകൊണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടിയെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാന്ന് വിചാരിക്കാം. ഒരു കുട്ടിയെ സൈക്കിൾ ഓടിപ്പിക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല പോലെ പഠിപ്പിക്കാൻ അറിയുന്ന ഒരു മാഷാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷെ നല്ലപോലെ കെയറുള്ള ഒരാളാന്ന് വിചാരിക്കുക. കെയറാന്നാ നമ്മൾ പറയാം. സാധാരണ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്. അയാൾ പിടിച്ചുകൊണ്ട് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടിക്ക് ആരെങ്കിലും പിന്നിൽ പിടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതും ഒരു കോൺഫിഡൻസും അവനവന് ട്രയൽ ചെയ്യാൻ പറ്റും. ഒരു സൈക്കിളിൽ ഇരുന്നിട്ട് 2 കാലം താഴത്ത് വെച്ചിട്ട് അവനവൻ ട്രൈ ചെയ്താല് പഠിക്കാൻ പറ്റുന്നതാണ് സൈക്കിൾ. എന്നെ ആരും പഠിപ്പിച്ചില്ല. സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചില്ല, ജീപ്പ് ഓടിക്കാൻ പഠിപ്പിച്ചില്ല, ഒന്നും പഠിച്ചു. ഞാൻ സ്വന്തം പഠിച്ചത്. ആരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മാത്തമാറ്റിക്സും അതുപോലെയാണ്. ഞാൻ സ്വന്തം ചെയ്യുന്നതിന് പകരം ഞാൻ മാത്തമാറ്റിക്സ് പറയുമ്പോൾ അത് എഴുതാൻ പറ്റില്ലെങ്കിൽ അവന് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനെ നമുക്ക് പുസ്തകത്തിലേക്ക് പകർത്താൻ പറ്റുന്നില്ലെങ്കിൽ അവൻ പഠിക്കാൻ പറ്റിയില്ല എന്നർത്ഥം. നോട്ട് ടേക്കിംഗ് ആൻഡ് നോട്ട് മേക്കിംഗ് എന്നാണ് സാധാരണ ഞാൻ പറയുന്നത്. നോട്ട് ടേക്കിംഗ്, ഈ പറയുന്ന സമയത്ത് ഒരു നോട്ട് ഉണ്ടാക്കി ഞാൻ ചെയ്തൊക്കെ അതാണ്. എൻ്റെ എല്ലാം നോട്ട് ടേക്കിംഗ് ആണ്. ഞാൻ ഗുരുവിന്റെ അടുത്ത് പ്രഭാഷണം കേൾക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നോട്ടുകളാണ് ഇപ്പോഴും എൻ്റെ ധൈര്യം. ആ ധൈര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നതും ഏത് ചോദ്യത്തിന് ഉത്തരം പറയുന്നതും. എത്ര പേജുകളാണ് ഓരോ പ്രഭാഷണങ്ങളും വീഡിയോ കാണുന്ന സമയത്തും എത്ര രസകരമായിട്ട് അതിനെ നോട്ടാക്കി മാറ്റിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ ധൈര്യം. അങ്ങനെ നമ്മൾ ഓരോ സംഭവം പഠിക്കുമ്പോൾ നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ, ഇപ്പോഴൊക്കെ വിദ്യാഭ്യാസത്തിൽ എന്താ പറ്റുക, മാഷ് ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞ് ടേക്ക് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. കൊടുത്താൽ അതിന് ഗുണമില്ല, എടുത്താലേ ഗുണമുള്ളൂ. Nobody can teach anybody in this world. I can only learn myself. അങ്ങനെ സ്വന്തം പഠിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വേണ്ടത്. എൻ്റെ ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള 4 ബുക്കുകൾ, ആ 4 ബുക്കുകളിൽ എംബീഷ്യസ് ബിഗിനിങ് എന്നാണ് എൻ്റെ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ. ABCDEFG. ഇത് അത്രയും ചാപ്റ്ററാണ്. ഒരു ബുക്കാക്കിയാൽ വളരെ വലിപ്പം കൂടുതലോ വെച്ചിട്ടാണ് ഞാൻ 4 ബുക്കാക്കിയത്. അല്ലെങ്കിൽ ഒറ്റ ബുക്കാണ്. LKGH MNOPQRS TUVWXYZ. കോവിഡ് കാലം വലിയൊരു നല്ല കാലമായിരുന്നു എനിക്ക്. കാരണം എൻ്റെ സങ്കല്പങ്ങളെയൊക്കെ ബുക്കാക്കി മാറ്റാൻ. ഈ 4 പുസ്തകം ടീച്ചർമാർക്കുള്ളതും പാരന്റ്സിനുള്ള ഒരു ഗൈഡാണ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, കുട്ടികളെ പഠിപ്പിക്കരുതെന്ന്. അവര് ടൈനി തോട്ട്സ് എന്നാണ് നമ്മൾ കുട്ടികളെ സാധാരണ പറയാം. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെക് തോട്ട്സ് എന്നാണ്. അവർ ടൈനി അല്ല, ഇപ്പൊ അവരുടെ ലോകം വളരെ വലുതാണ്. ഇതൊക്കെ പുതിയ ടെർമിനോളജീസ് ആണ്. മറ്റൊന്നും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 3-2-1 വേൾഡ് എന്നാണ്. 3rd decade of 21st century എന്നാണ്. വേൾഡ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും പഠിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. 3-2-1 വേൾഡ്. ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം ഫോർ ദ 3-2-1 വേൾഡ്. നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഗ്രാൻഡ് മദർ എങ്ങനെയാണോ കഥ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ സങ്കല്പിക്കാൻ കഥകളാണ് ഉപയോഗിച്ചിരുന്നത്. അമ്മൂമ്മ പറയുന്ന കഥയിൽ നമ്മൾ ചിത്രം നോക്കിയിട്ടൊന്നല്ല അമ്മൂമ്മ പഠിപ്പിച്ചത് നമ്മളെ. കഥ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സങ്കല്പിക്കുകയാണ്, അല്ലെ? പാമ്പ് എഴഞ്ഞ് 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 എന്ന് പറയുമ്പോൾ നീണ്ട പാമ്പാണെന്ന് മനസ്സിലായി. അത് എത്ര നീട്ടുന്നോ അത്രയും നമുക്കറിയാം. ഓരോ സംഭവങ്ങൾ എത്ര രസകരമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്നാണ് എന്റെ കൺസെപ്റ്റ്. ഒരു ഗ്രാൻഡ് മദർ പഠിപ്പിക്കുന്നത് പോലെയാണ് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. ഈ ഓരോ കുട്ടികളെയും നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് സങ്കല്പിക്കാനുള്ള കഴിവ്, ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ റിസർച്ചറായിട്ട് മാറും, പഠിക്കാൻ എളുപ്പമുള്ളവരായിട്ട് മാറും, അവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ സങ്കല്പിക്കാൻ സാധിക്കും. അവര് അവനവൻ തന്നെ പഠിച്ചാലേ ഇത് പഠിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഈ കോമ്പറ്റിറ്റീവ് എക്സാംസിലൊക്കെ നടക്കുന്നത് എന്താ വെച്ചാല്, കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു മാഷല്ല ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രിക്ക് ഒരു മാഷ്, സെക്കൻഡ് ചാപ്റ്റർ ഒരു മാഷ്. അപ്പൊ അവർ ആ ക്രമത്തിലൊന്നല്ല പഠിപ്പിക്കുക.
അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ആയിട്ടല്ല പഠിക്കുക, കാരണം റിപ്പീറ്റ് ചെയ്താൽ വരുന്നവരാണ്, ഓൾറെഡി എല്ലാം പഠിച്ചവരല്ലേ. അപ്പൊ അവരെങ്ങനെ പഠിപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ആ മാഷക്കും അത് മാത്രമേ അറിയുള്ളൂ, മറ്റൊന്നും അറിയില്ല. നിങ്ങൾ അറിഞ്ഞിട്ടൊന്നും അറിയില്ല. 2 നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും 2 സീരീസ് വന്നിട്ടുണ്ട്. ഒന്ന് പ്രഷർ കുക്കർ എന്നാണ്, അല്ല, ഒന്ന് ക്രാഷ് കോഴ്സ് എന്നാണ് പേര്, മറ്റൊന്ന് കോട്ട ഫാക്ടറി എന്നാണ് പേര്. തെലുങ്കിൽ ഒരു സിനിമയുണ്ട് പ്രഷർ കുക്കർ എന്നാണ്. പഠിപ്പിക്കുന്നത് പ്രഷർ കുക്കറിലിട്ട് പൂങ്ങുന്നത് പോലെയാണ്. ഒരു കാര്യമില്ല. അവരൊക്കെ ചിലപ്പോൾ പാസ്സായിട്ട് A+ ഒക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ അത് കഴിഞ്ഞാൽ ഈവൻ ചിലപ്പോൾ ബിടെക് ആയിന്ന് വരും. പണിയെടുക്കാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അവതാളം എന്ന് പറഞ്ഞാൽ വളരെ വല്ല വ്യത്യാസം ഉള്ളൊരു ലോകമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. മാറും എന്നാണ് എന്റെ സങ്കല്പം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ മനക്കെടേണ്ട പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാൻ പലപ്പോഴും ചോദിക്കാം, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ. എവിടെയാണ് ലണ്ടൻ ബ്രിഡ്ജ്? ഞാൻ ഇതുവരെ ഒരു KG ടീച്ചർക്കും അതിന്റെ ഉത്തരം ഞാൻ കണ്ടിട്ടില്ല. കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. ഓക്കെ, ഞാനിപ്പം നമ്മുടെ സാധാരണ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഈ പഠിക്കുന്ന കുട്ടിക്ക് ഒന്നും സങ്കല്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് മിന്നും മന്നും താരകമേ എന്തത്ഭുതമാണ് ഈ ദൃശ്യം, മീതേ മീതേ മാനത്ത് വൈഡൂര്യം പോൽ മിന്നുന്നു. തെലുങ്കിലാണെങ്കിൽ മിർസു മിർസു ആകാശംലു എന്നിട്ട് ഞാൻ പഠിപ്പിക്കും. ബംഗാളിലും അതിന്റെ ബംഗാൾ ഡോക്ടർ TPS ടിങ്കിൾ ടിങ്കിൾ നടിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ കിട്ടും. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തും പോയാൽ അവരുടേതാക്കി മാറ്റിയിട്ട് അവരുടെ ഭാഷയിൽ മദർ ടങ്ങും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മദർ ടങ്ങിൽ മാത്രമേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ സങ്കല്പം എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടായാൽ പിന്നെ ഏത് ഭാഷയിലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ തെലുങ്കിൽ പറയുമ്പോഴോ തമിഴിൽ പറയുമ്പോഴോ ഇംഗ്ലീഷിൽ പറയുമ്പോഴോ മലയാളത്തിൽ ആലോചിച്ചിട്ടല്ല പറയുന്നത്. അത് ട്രാൻസ്ലേഷനിൽ പറയാത്തതിന് കാരണം എന്റെ മാതൃഭാഷ ഉപയോഗിച്ചിട്ട് എനിക്ക് സങ്കല്പിക്കാനുള്ള ഒരു കഴിവ് ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ആ സങ്കല്പിക്കാനുള്ള കഴിവുണ്ടാവുമ്പോൾ എനിക്ക് വളരെ സുലളിതമായിട്ട് ഇംഗ്ലീഷ് പോയട്രി എഴുതാനാണ് പറ്റുക. പക്ഷെ അത്രയും നന്നായിട്ട് മലയാളം എഴുതാൻ പറ്റില്ല. കാരണം ഇംഗ്ലീഷ് വളരെ കുറച്ച് നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പം പറ്റും. അത് ആ ഒരു സങ്കല്പത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് മദർ ടങ് അല്ല. കമ്മ്യൂണിക്കേഷന്റെ ഭാഷ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. നമ്മുടെയൊക്കെ ധാരണ ലാംഗ്വേജ് ആണ് കമ്മ്യൂണിക്കേഷൻ ആണ്. ലാംഗ്വേജ് അല്ല കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് അറിയണം, ലോജിക്കൽ റീസണിങ് എന്താണെന്ന് അറിയണം, അനലിറ്റിക്കൽ സ്കിൽ എന്താണെന്ന് അറിയണം, മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്താണെന്ന് അറിയണം. ഇതൊക്കെയുള്ള ഒരാൾക്ക് ലാംഗ്വേജ് അറിയുമെങ്കിൽ നന്നാവാം. പക്ഷെ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നത് ലാംഗ്വേജ് മാത്രമാണ്. അതുകൊണ്ട് ലാംഗ്വേജ് ടീച്ചേഴ്സിന് ഈ സംഭവവും കൂടി ഉണ്ടെങ്കിൽ അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആക്കാൻ പറ്റുമെങ്കിൽ, കാരണം ഞാൻ മില്യൺസ് ഓഫ് ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സിനെയാണ്. കാരണം ഞാനൊരു 60 ടീച്ചേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഗൾഫിലുള്ള എല്ലാ സ്കൂൾസിലും ഞാൻ പഠിപ്പിക്കാത്ത സ്കൂളിലെ ടീച്ചേഴ്സും ഉണ്ടാവും സംശയമാണ്. ഇപ്പൊ കുറച്ചു കാലമായിട്ടില്ല എന്ന് മാത്രം. 2000 മുതൽ 2020 വരെ ഏറ്റവും കൂടുതൽ ഗൾഫിലെ ടീച്ചേഴ്സിന് ക്ലാസ് എടുത്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും. 198 പ്രിൻസിപ്പൽസിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത്രയും CBSE സ്കൂൾസേ ഉള്ളൂ. അപ്പം നമ്മൾ മാറ്റേണ്ടത് ടീച്ചേഴ്സിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. അവരൊക്കെ നല്ല ടീച്ചേഴ്സാണ്, അവർക്കൊക്കെ കഴിവുമുണ്ട്. പക്ഷെ ഇത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അപ്ലിക്കേഷൻ അവർക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുമ്പോഴും, ഞാനിപ്പോ അടുത്ത കാലത്ത് ഗോവയിൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, സോഷ്യൽ സയൻസ്, കൊങ്കണി ഒഴികെ ഹിന്ദിയിൽ ഒരു പാഠം പഠിപ്പിച്ചത് ഡ്രാമയാക്കിയിട്ടാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഡ്രാമയായിട്ടാണ് പഠിപ്പിക്കുക. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്. അപ്പൊ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് വരും പിള്ളേർക്കും. ആ ബൈഹാർട്ട് പഠിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ലേൺ ബൈ ഹാർട്ട്, ഡോണ്ട് ലേൺ ബൈ ഹാർട്ട്. അങ്ങനെ ഞാൻ പറയാം, ഡോണ്ട് ലേൺ ബൈ ഹാർട്ട് ബട്ട് ലേൺ ബൈ ഹാർട്ട്. മനസ്സിൽ ആക്കി പഠിപ്പിക്കുക. മലയാളത്തിൽ പറയുന്ന ഒരു കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. പക്ഷെ ആരും മനസ്സിലാക്കിയിട്ടല്ല പഠിക്കണം, വെറുതെ ബുദ്ധിയിലാക്കിയിട്ടാണ് പഠിക്കണം. ബുദ്ധിയിലാക്കിയിട്ട് പഠിക്കുകയും ബുദ്ധിയിലാക്കിയിട്ട് പഠിപ്പിക്കുകയും ചെയ്താൽ അതിന് ഗുണം ഉണ്ടാവില്ല. ഇപ്പൊ ഞാനിപ്പോ പറയുന്ന എല്ലാ ഡിസ്കഷനിലും ഞാൻ പറയുന്നതും എന്റെ ബുദ്ധി നല്ലല്ലോ വരുന്നത്, എന്റെ മനസ്സെന്നല്ലേ വരുന്നത്. ആ മനസ്സിനെ ആത്മാവിന്റെ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഉദ്ധരേതാത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ എന്നാണ്. ആത്മാവിന്റെ അടുത്തേക്ക് എന്റെ മനസ്സിനെയും മനസ്സിന്റെ അടുത്തേക്ക് ആത്മാവിനെയും കൊണ്ടുപോയി ആത്മാ 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 ആത്മ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ശ്ലോകം. ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. അങ്ങനെ വരുമ്പോൾ അറിയാതെ അങ്ങോട്ട് വരും സരസ്വതി. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ എന്റെ നാവിൽ സരസ്വതി വരാൻ ഞാൻ ഒരു പണിയും ചെയ്യണ്ട. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ലാംഗ്വേജ്. വൺസ് യു ഹാവ് ക്രിയേറ്റിവിറ്റി, ലാംഗ്വേജ് വിൽ ബിക്കം വെരി സിമ്പിൾ. ഉദാഹരണത്തിന് ഞാൻ പറയാനുള്ളത് അതും കൂടി പറഞ്ഞു നിർത്താം.
അവിടെ ഇവിടെ എവിടെ, അവിടെ ഇവിടെ എവിടെ, അങ്ങെ ഇങ്ങെ എങ്കെ, അല്ലി ഇല്ലി എല്ലി, അക്കടെ ഇക്കടെ എക്കടെ, ഉദർ ഇതർ കിതർ, there here where. എന്ത് രസാന്ന് ഭാഷ പഠിക്കാന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ എല്ലാ ഭാഷയിലും ഒരു റിതം, ഒരു കമ്പാരിസൺ, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജുകൾ പടപടാന്ന് പഠിക്കാം. എളുപ്പ പഠനം, വളരെ എളുപ്പം. സാറ്, ഗുരു എന്താണെന്നില്ല, അതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ സിസ്റ്റം, വിദ്യാഭ്യാസ സിസ്റ്റം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിന്റെ ഒരു ക്ലാസ് തന്നെയായിരുന്നു, അല്ല ഒരു സെമിനാർ തന്നെയായിരുന്നു എന്നാണ് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ സമകാലീനമായിട്ടൊരു വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ഇതര മതസ്ഥനായിട്ടുള്ള ഒരു മതപണ്ഡിതൻ പറയുകയുണ്ടായി, ഭഗവത്ഗീതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മയുദ്ധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇപ്പോഴത്തെ തീവ്രവാദികളുടെ പുസ്തകങ്ങളൊന്നും അല്ല. യഥാർത്ഥത്തിലുള്ള തീവ്രവാദത്തിന് അഥവാ പോരാടാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൃഷ്ണനാണ് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അങ്ങക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ലക്ഷ്മിക്ക് ചോദ്യത്തിൽ. എവിടെയോ ഒരു ചോദ്യത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ, ധർമ്മയുദ്ധത്തിന് ആഹ്വാനം ചെയ്തു എന്ന് അദ്ദേഹം പറയാൻ സാധ്യതയില്ല, യുദ്ധത്തിന് എന്ന് പറയാനേ സാധ്യതയുള്ളൂ. ലക്ഷ്മി ചോദിക്കുമ്പോ ധർമ്മയുദ്ധത്തിന് എന്നാ ചോദിച്ചത്. കാരണം വളരെ ശരി, കറക്റ്റ് ആണ്. അപ്പോ അദ്ദേഹം പകുതി മാത്രമേ കേട്ടിട്ടുള്ളൂ, ധർമ്മയുദ്ധം എന്ന് കേട്ടിട്ടില്ല. ഈ ലക്ഷ്മിയുടെ ചോദ്യം കേട്ടാൽ ആ പ്രശ്നം തീർന്നു, ഉത്തരം വേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഐ ആം സ്പീക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാനൊരു കുട്ടിയോട് പറയാം, നീ ഇങ്ങനെ പോയാൽ നന്നാവേ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇങ്ങനെ പോയാൽ എന്ന് കേൾക്കാതെ ഞാൻ നന്നാവുകയില്ല എന്ന് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തായി? ഞാൻ പറഞ്ഞല്ലോ, ശരിയാ. അതിന്റെ ഉദാഹരണവും മഹാഭാരതത്തിലുണ്ട്, അല്ലേ? പകുതി മാത്രം വെച്ച് ബാക്കി ചെണ്ട പൊട്ടിയിട്ട് ഇല്ലാണ്ടാക്കാലോ. അപ്പൊ എന്തിനാണ് ഇത് പറഞ്ഞു കൊടുത്തത്? മഹാഭാരത യുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഒരു യുദ്ധത്തിൽ മാത്രമേ ഉള്ളൂ എന്റെ ശത്രുക്കളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കഴിഞ്ഞാലേ യുദ്ധം തീരുള്ളൂ എന്ന് എഴുതപ്പെട്ടിട്ടുള്ളൊരു പുസ്തകം. അതല്ലാതെ ജയമില്ല. നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതയെ കുറച്ച് ബാക്കി വെച്ചാൽ അത് പിന്നെയും വളർന്നു വരും. അതല്ലാതെ ദുര്യോധനനെ ആ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ICUയിൽ കൊണ്ടുപോയിട്ട് ജീവൻ കൊടുക്കാമായിരുന്നു. കൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എന്നിട്ടും കൊന്നുകളഞ്ഞല്ലോ എന്ന് തോന്നുമ്പോൾ സങ്കടം തോന്നും. ഏത് മനുഷ്യനും തോന്നുന്ന സങ്കടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. കൃഷ്ണൻ തോന്നിയിട്ടുണ്ടാവും, ധർമ്മപുത്രർക്കും തോന്നിയിട്ടുണ്ടാവും, അർജുനും തോന്നില്ല, എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. എന്നിട്ടും എന്തിനാ ഇങ്ങനെ കൊന്നത് എന്ന് ചോദിച്ചാൽ അർത്ഥം, എന്തെങ്കിലും ഒരു ദുഷ്ടത, ഒരു നുള്ള് ബാക്കിയുണ്ടെങ്കിൽ അത് വളരും. അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭാരത് എ ഖോജ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, കണ്ടിട്ടോന്ന് അറിയില്ല. കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണണം. ഞാൻ ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് ദുബായിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്, എന്റെ ഇന്റർനെറ്റ് ഇന്ത്യയിൽ കുറവായിരുന്നു അന്നൊക്കെ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് എന്റെ ഹിന്ദി നന്നാക്കാൻ വേണ്ടി കണ്ടിട്ടുള്ള ഭാഗമാണ്. അതിൽ അസലായിട്ടുള്ള രംഗങ്ങളുണ്ട്, ഞാൻ എൻജോയ് ചെയ്ത രംഗങ്ങളാണ്. അത് ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. പക്ഷെ ആ സമയത്തും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, പല സെമിനാറുകളിലും ഇത്തരം കോൺടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന സമയത്ത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. യുദ്ധത്തിനാണ് കൃഷ്ണൻ പറഞ്ഞത്, അത് തെറ്റാണ്. പറഞ്ഞത് എന്താ വെച്ചാൽ, ആ കാലഘട്ടത്തില്, ആ അവസരത്തില്, അവിടെ അത് ചെയ്യേണ്ടിയിരുന്നത് കൊണ്ട് അന്ന് ചെയ്യിപ്പിച്ചതാണ്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുതേ മകനെ എന്ന് അടുത്ത 2 ജനറേഷൻ കഴിഞ്ഞ സമയത്ത് ജനമേജയൻ പരീക്ഷത്ത് രാജാവിന്റെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്ന്, അതുകൊണ്ട് മോനെ ഇപ്പൊ നീ യുദ്ധത്തിന് പോയാല് കുറേ നഷ്ടം വരും, അതുകൊണ്ട് യുദ്ധം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി പണ്ട് നടന്നൊരു കഥയാക്കിയിട്ട് പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അറിയേണ്ടത്, ഈ മഹാഭാരത യുദ്ധം ഇതിഹാസമായിട്ട് അപ്പെഴുതിയതല്ല. അത് അടുത്ത ജനറേഷൻസിന് ഇങ്ങനെ ഒരിക്കലും ഇനി നടക്കാതിരിക്കണമേ എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അന്നത് ആവശ്യമായിരുന്നു, അന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അന്നത് അത്യാവശ്യമല്ലെങ്കിൽ ഞാൻ ആ ഗുരുഗീത തപ്പി കണ്ടുപിടിച്ചു. ആ ഗുരുഗീതയില് ഇനി നിനക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞു കൃഷ്ണൻ അർജുനോട്. ഇനി നിനക്കത് ആവശ്യമില്ല, കാരണം കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു, അത് വിട്ടേക്ക്, ആ കഥ കഴിഞ്ഞു, ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ നമുക്ക് പറ്റിയ തെറ്റെന്താ വെച്ചാല്, ഇത് പലരും തെറ്റായിട്ടാ പറഞ്ഞു കൊടുക്കണത്.
കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കൃഷ്ണൻ അമ്മാവനെ കൊന്നു എന്ന് പറഞ്ഞ് കണ്ട എല്ലാ അമ്മാവനെയും കൊല്ലാൻ പറ്റും? അല്ല, ഞാൻ ചോദിക്കുന്നത്, കൃഷ്ണൻ ഒരു അമ്മാവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്നാ എല്ലാ അമ്മാവന്മാരെയും എനിക്ക് കൊന്നിട്ട് കൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പറ്റില്ല എനിക്ക്. ഏതെങ്കിലും ഒരു ഭർത്താവിന് കണ്ണില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാര്യമാരും കണ്ണടക്കുക ചെയ്യേണ്ടത്? ഭാര്യയല്ലേ ഭർത്താവിന്റെ കൈ കൊണ്ടുപോയിട്ട് നടക്കേണ്ടത്. അങ്ങനെ നടന്നാൽ രണ്ടുപേരും അർദ്ധരാത്രിയിലായാൽ 100 കുട്ടികൾ ഉണ്ടാവും. ഇതിന് കുറേ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ നമുക്ക് മഹാഭാരതത്തെ പറയാൻ പറ്റും. ഗാന്ധാരി മകനെ വിളിച്ച് പറയുന്നുണ്ട്, നീ എന്തിനാ മോനെ ഇങ്ങനെ ആയത്? നിന്റെ കസിൻ ബ്രദേഴ്സിനെ കണ്ട് പഠിച്ചൂടെ എനിക്ക്? ഏതെങ്കിലും അമ്മ ചോദിക്കാതിരിക്കും അങ്ങനെ? ഇത്രയും ബുദ്ധിയില്ലാത്ത ആളാണോ ഗാന്ധാരി? കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും മകനോട്. അപ്പൊ ദുര്യോധനൻ പറയുന്ന ഒരു വാക്കുണ്ട്, ജാനാമി ധർമ്മം. അമ്മ, എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാം. ഇപ്പൊ പരീക്ഷ ഇട്ടാ 100 100 കിട്ടും, A+ കിട്ടും ധർമ്മശാസ്ത്രത്തിൽ. ആർക്ക്? ദുര്യോധനെ. പക്ഷെ നചമേ പ്രവൃത്തി, എനിക്കത് ചെയ്യാൻ പറ്റണില്ല. എന്താ കാരണം? കേനാഭി കാമേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി. എന്റെ ഹൃദയത്തിനുള്ളിൽ ഇരുന്ന് എന്റെ കാമം പറയാണ്. ആഗ്രഹങ്ങളുടെ അങ്ങേ അറ്റമെത്തിയിട്ട് അന്ധനായി മാറിയ വ്യക്തിയാണ് ഞാൻ. അമ്മ, അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു അമ്മയുടെ മുമ്പിൽ മാത്രം സത്യം പറഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും അയാൾ. എനിക്ക് പറ്റുന്നില്ല. കേനാഭി കാമേന ഹൃദയസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി. എന്റെ ബ്രില്യൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എന്റെ മനസ്സ് പറയുന്ന കാമം, ആഗ്രഹം, എനിക്ക് ഈഗോ ആണ്. എനിക്ക് വേണം വേണം വേണം, പദവി വേണം, എല്ലാവരെയും കൊന്നിട്ട് എനിക്ക് അധിപനാവണം എന്നുള്ള ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോകുന്നതാണെന്ന് അമ്മയുടെ മുമ്പിലെങ്കിലും പറഞ്ഞിട്ടുണ്ട് ദുര്യോധനൻ. മനസ്സിലായോ? അപ്പൊ ഈ കഥ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്? അങ്ങനെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ടല്ല. യുദ്ധം നടത്താതിരിക്കണം, അതിന് വേണം മക്കളെ പ്രാപ്തരാക്കാൻ. അച്ഛനും അമ്മയും മക്കളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, മക്കള് ഗാന്ധാരിയുടെ മകനാണ്, വലിയ പവറും പൊസിഷനുള്ള രാജാവിന്റെ മകനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര കാശുണ്ടായിട്ടും കാര്യമില്ല. വീട്ടില് നല്ല വിദ്യാഭ്യാസം, നല്ല ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ അവൻ അഫ്ഗാനിസ്ഥാൻകാരുടെ കൂടെ പോവും. അമ്മ അഫ്ഗാനിസ്ഥാനായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മയുടെ അഫ്ഗാനിസ്ഥാനിലെ ബ്രദറിനെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കന്ദഹാർ, ഗാന്ധാരി, നരേഷ്. ദുര്യോധനൻ നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ അവന്റെ കൂട്ടുകാരൻ ശകുനിയായതാണ് ദുഃഖം. അതുകൊണ്ട് എന്താണ് മഹാഭാരതം പറയുന്നത്? കന്ദഹാറുമായിട്ട് കൂട്ടുകൂടിയാൽ നിങ്ങൾ നശിച്ചു പോകുന്നു. ഇതിലപ്പുറം ഒരു കഥ മഹാഭാരതം പറഞ്ഞു തരണം. ഇതിലും നല്ലൊരു മറുപടി ഗാന്ധാരി, നരേഷ് കന്ദഹാറുമായിട്ട് കൂട്ടുകൂടിയാൽ മക്കൾ നശിച്ചു പോകും എന്ന് മക്കളെ പഠിപ്പിക്കാനാണ് മഹാഭാരതം പഠിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. സർ, പാദ നമസ്കാരത്തോട് കൂടിയിട്ട് ഹൃദയത്തിൽ നിന്നുള്ള 1000 നന്ദി പറയുകയാണ്. അത്ര മനോഹരമായിട്ട് ഏതോ ഒരു ലോകത്തെത്തിയ പോലെയുള്ള ഒരു അനുഭൂതിയായിരുന്നു. സത്യത്തില് ഭാരതവും മഹാഭാരതവും ഗുരുഗീതയും ആധുനിക അക്കാഡമിക് പ്രാവീണ്യവും എല്ലാം കലർന്നിട്ട് സയൻസും ടെക്നോളജിയും എന്താണ് ഇല്ലാത്ത, വാട്ട് നോട്ട് എന്ന് പറയേണ്ട ഒരു രീതിയിൽ അങ്ങേയറ്റത്തെ നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദി സർ. TPS സാറിന് പാദ നമസ്കാരം. നന്ദി, നമസ്കാരം. ഞാൻ പറയുന്നതല്ല, എന്നെ കൊണ്ട് ലക്ഷ്മി പറയിപ്പിക്കുന്നതാണ്. എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് അല്ല, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ എനിക്ക്, എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ഇരിക്കട്ടെ. തിരിച്ചാണ് സാർ. എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് എനിക്കാണ്. സാറ് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാറിന്റെ ഉള്ളില് ഋഷീശ്വരന്മാരെ പറയിപ്പിക്കുന്നതായിട്ട് തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഒരു ടൂള് മാത്രമാണ്. പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ, ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നു. സന്തോഷം, വളരെ വളരെ സന്തോഷം.